നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുമായുള്ള മനോഹരമായ നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന കാണുക. ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ ചിലവഴിച്ച കുറേ നല്ല നിമിഷങ്ങൾ മാത്രം മനസ്സിൽ ചിന്തിക്കുക. ശ്രദ്ധിക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കരുത്. അതും മാനിഫെസ്റ്റ് ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല സന്ദേശം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള മനോഹരമായ നിമിഷങ്ങൾ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന കേൾക്കുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ചെയ്തു മനസ്സിൽ വിചാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ആകർഷണീയമായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷണത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രണയബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും ഭിന്നിപ്പിച്ചെടുക്കാൻ, അതായത് രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കാനും രണ്ടു വഴിക്ക് വിടുവാനും ഇവിടെ പലവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ കാമുകനോ കാമുകിയോ ഭർത്താവോ ഭാര്യയോ അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, ഏതൊരു സാഹചര്യത്തിലും ഏതൊരു അവസ്ഥയിലുമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണം പലപ്പോഴും ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിയുടെ കൈകളിലല്ല ഈ വ്യക്തിയുടെ മനസ്സിരിക്കുന്നത് എന്നുള്ള സത്യമാണ് നമുക്കിവിടെ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഓരോ സമയവും ഓരോ തരത്തിലുള്ള സ്വഭാവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില സമയത്ത് ഈ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും നല്ല വിവേകത്തോടു കൂടിയും നിങ്ങളോട് സംസാരിക്കുന്നതായും പെരുമാറുന്നതായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലോ വേറെ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതായിട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ പൂർവ്വകാലം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഓരോ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്നത്. പൂർവ്വകാലത്തിൽ സംഭവിച്ചിട്ടുള്ള മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ തന്നെയാണ്. അത്തരത്തിലുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഈ വ്യക്തി മനസ്സിൽ നിന്നോ ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിന്നോ എടുത്തു കളയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അത് മനസ്സിൽ തന്നെ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിലായാലും ഈ വ്യക്തിക്ക് കണ്ണടച്ച് വിശ്വസിക്കാനോ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിനു ശേഷം ഈ വ്യക്തിയുടെ 100% സാന്നിധ്യം നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ പല രീതിയിലും ഈ വ്യക്തിയെ ബന്ധപ്പെടാനോ ഫോണുകളിലൂടെയോ നേരിട്ടോ ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സംസാരിക്കാനോ ഈ വ്യക്തിയുടെ മനസ്സറിയാനോ എല്ലാം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ വ്യക്തി ഒരു വിവാഹാലോചനയുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയബന്ധത്തിലായതുമാകാം. ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും, ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും
ഈ വ്യക്തിയുടെ 100% സാന്നിധ്യവും സ്നേഹവും കരുണയും നിങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരിതാപകരമായ കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം നല്ല കാര്യമല്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയബന്ധത്തിന്റെ നടുവിൽ കടിഞ്ഞാണിടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഇണയായി ജീവിച്ച് മനസ്സും ശരീരവും ഒന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അവിടെ കീറി മുറിച്ചുകൊണ്ട് പലതരത്തിലുള്ള വ്യക്തികളുടെ കടന്നുവരവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്മ സ്ഥാനത്ത് നിൽക്കുന്നവരാകാം, പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഈ വ്യക്തിയുടെ മുൻ കാമുകനോ കാമുകിയോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വളരെ കുറവ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മനോഹരമായ നിമിഷങ്ങൾ മാത്രം തരാൻ സാധിക്കുന്നുള്ളൂ ഈ വ്യക്തിക്ക്. കാരണം ഈ വ്യക്തിയെ കൊണ്ടിപ്പോൾ അതിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഈ വ്യക്തിയുടെ കുറ്റമല്ല, സാഹചര്യമാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളുമായി വളരെയധികം ഒരു തല്ലുപിടിക്കുന്ന അല്ലെങ്കിൽ വാക്ക് തർക്കത്തിന് നിൽക്കുന്ന ഒരു ഊർജമായിരുന്നു ഈ വ്യക്തിയുടേത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തി ഒരു സമാധാനത്തിന്റെ വഴികളിലൂടെ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നിങ്ങളെ വേദനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് മാനസികവും ശാരീരികവും പരമായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം. പക്ഷേ വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ നേരിൽ വന്ന് കാണാനോ ഉള്ള സാധ്യതകൾ ഏറെയായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കമിതാക്കളാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളോട് വഴക്കിട്ടുകൊണ്ട് മൗനം പാലിച്ചുകൊണ്ട് ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാകണം. പക്ഷേ മറ്റുള്ളവരുടെ ആ ഒരു സാന്നിധ്യം, കൂട്ടുകാരോ കൂടെ ജോലി ചെയ്യുന്നവരോ ആയിരിക്കണം, അവരായിരുന്നു ഈ വ്യക്തിയുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. പക്ഷേ അവരിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വളരെയധികം മാറി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരായിട്ടുള്ള ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും അല്ലെങ്കിൽ വിനോദയാത്രകളിലുമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരിൽ നിന്നുമൊക്കെ ഈ വ്യക്തി ഉൾവലിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടലിന്റെ വേദന അത് ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നല്ല രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നല്ലൊരു പോസിറ്റീവുള്ള കാര്യത്തിനാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കാരണം ബോട്ടം ഓഫ് ദ ഡെക്ക് ആണെങ്കിൽ ദ ടവർ കാർഡ് തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മോശപ്പെട്ട സാഹചര്യം ഒഴിവായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാകാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ വ്യക്തിക്ക് വളരെയധികം ആകർഷണമാണ് താങ്കളോട്, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വായന എന്ന് പറയുന്നത്. ഇത് 2, 3, 4 പ്രാവശ്യം തുടർച്ചയായി കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.